ഹലോ, ഇന്ന് പതിവ് പോലെ ആലിനെ സ്കൂളിൽ കൊണ്ടാക്കി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറച്ചധികം തേങ്ങ വാങ്ങി. കാരണം തേങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ. ആദ്യമൊക്കെ ഒട്ടും മൈൻഡാക്കാതെ ഇട്ടിരുന്ന സാധനത്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയി തിരക്കേണ്ട ഗതിയായി. തേങ്ങ കിട്ടാത്ത സമയമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തേങ്ങാച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ കടയിൽ പോയി തേങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ വരുമ്പോഴേക്കും ഉമ്മ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് മസാലയൊക്കെ തേച്ച് ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാനോട് ഞാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഞാൻ തിരിച്ചു വന്നിട്ട് മാത്രമേ തേങ്ങാച്ചോറ് ഉണ്ടാക്കാവൂന്ന്. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതാ കൊഞ്ചലിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കൊഞ്ചൻ ഇതേപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ചനൊന്ന് ഫ്രൈ ആയി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതൊന്ന് നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഇവിടെ 1-ാം പാല് 2-ാം പാലെന്നൊന്നുമില്ല. കുറച്ചധികം വെള്ളം കൂട്ടി തേങ്ങ ഒന്ന് അരച്ച് 1 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എന്ന അളവിലാണ് എടുക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പാലും അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് വെക്കുക. ഇനി അതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും പിന്നെ മല്ലിയിലയും മുളകും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഗീയും മല്ലിയിലയും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നല്ല അടിപൊളി തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു പൊതിച്ചോറ് പോലെ ഉണ്ടാക്കി കഴിക്കണം എന്നാണ് വിചാരിച്ചതെങ്കിലും അതിനുള്ള ക്ഷമയില്ല. അങ്ങനെ ഒരു ഇലയിൽ ചോറ് വിളമ്പിയിട്ട് അതിലേക്ക് കുറച്ച് ചമ്മന്തി വെച്ചു കൊടുത്തു. പിന്നെ തൈര് വന്നു, അച്ചാർ വന്നു, പപ്പടം വന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചോറിന്റെ കൂടെ കറിയൊന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.